ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു സ്പേസിൽ 6 സെൻറ്റ് പ്ലോട്ടിൽ 1970 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ഒരു ചെറിയ സ്പേസിൽ ഇത്ര സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന്. അത്രയും മനോഹരമായിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നാസിർ സജ്ല ദമ്പതികളുടെ വീടാണ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലാണ്. വീടിൻ്റെ എലിവേഷനെ കുറിച്ച് പറയുമ്പോൾ നാച്ചുറൽ ക്ലാഡിങ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് ഈ വീട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഇങ്ങനെ ജാലിക്കട്ട് ഡിസൈനിങ് കൂടെ നൽകിയിട്ടുണ്ട്. ഇത് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കുള്ളൊരു ബാൽക്കണിയാണ്. ആ ഒരു ഏരിയനോട് ചുറ്റും തന്നെ കലാത്തിയ പ്ലാന്റ്സ് നല്ല ഭംഗിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ 3D വിഷ്വലൈസേഷനിൽ കാണുന്ന പോലെ നല്ല തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആറ് സെൻറ്റ് പ്ലോട്ടാണെങ്കിലും അത്യാവശ്യം മുറ്റം കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബേബി മെറ്റലാണ് മുറ്റത്ത് നൽകിയിട്ടുള്ളത്. പിന്നെ മുറ്റത്ത് റംബുട്ടാൻ്റെ മാവിൻ്റെ ഒക്കെ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ എൻജിനീയർ അനസിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അവരുമായിട്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഗ്ലാസിൻ്റെ വർക്ക് ഉണ്ടല്ലോ, അതും എലിവേഷനിൽ കൂടുതൽ ഭംഗി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് ട്രസ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. താഴെ സീലിംഗ് ടൈലും മുകളിൽ സീലിംഗ് ഓടും യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഗേറ്റ് ആണിത്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗമാണ് ഇട്ടത്. ചെറിയൊരു സ്പേസിൽ ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല പ്ലാന്റ്സ് ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 6 സെൻറ്റ് പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിലൊക്കെ ഇത്ര സ്പേസേ ഉള്ളൂ. സിറ്റ് ഔട്ടിലോട്ട് നമ്മൾ കയറുമ്പോൾ സ്റ്റെപ്പിനോട് ചേർന്നിട്ട് തന്നെ ഒരു പ്ലാന്റർ ബോക്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ 2 ചെയറും കൂടെ നൽകിയിട്ടുണ്ട്. മെയിൻ ഡോറാണിത്. വുഡിലാണ് മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഡോറാണ് കേട്ടോ. അധികം കൊത്തുപണികളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ്റെ ഹാൻഡിലും കൂടെ നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ അകത്തളങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലായിട്ട് കജേരിയൻ്റെ ബിയോണ്ട് ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പ്രീമിയം ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടുമിക്ക വീട്ടിലും മാറ്റാണ് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഡൈനിങ് സ്പേസ് ആണിത്. ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയയും. ഇവിടെ ലിവിങ് സ്പേസിലായിട്ട് ഓപ്പോസിറ്റായിട്ട് 2 3 സീറ്ററാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ടൊരു കോഫി ടേബിളും കൂടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ കാണാൻ പോകുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് തന്നെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ചെയർസ് ആണെങ്കിൽ 3 ചെയറും പിന്നെ ഒരു ബെഞ്ച് രീതിയിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്പേസ് കുറവുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ.
ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗം നൽകിയിട്ടുള്ളത്. അവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. UPVC സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിട്ടുള്ളത്. നല്ല സ്മൂത്തായിട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ്. ഇവിടെയും നല്ല പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാഷ് ബേസിൻ്റെ ഏരിയ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മൗത്ത് വാഷൊക്കെ ചെയ്യാം. ഇത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റും. പുറത്തോട്ടേക്ക് കൂടുതൽ വിസിബിൾ അല്ലാത്ത രീതിയിൽ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഗ്ലാസ് ആണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഒരു ബെഡ്റൂമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡോർ കാണുന്നത് കിച്ചണും ഇത് ബെഡ്റൂമിലേക്കുള്ള ആക്സസ് ആണ് കേട്ടോ. ഇനി സ്റ്റെയർ കേസിൻ്റെ ഭാഗം നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു ഗ്ലാസിൻ്റെ ഏരിയ ഇവിടെ ഇങ്ങനെ ഇരിക്കാനും വേണ്ടിയിട്ടൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം വുഡൻ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റെയറിൻ്റെ താഴ്ഭാഗം ക്ലോസ്ഡ് ആണ്. ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടിലൂടെ ആരെങ്കിലും വരുന്നതൊക്കെ കാണാൻ പറ്റുക. ഇനി നമ്മൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഈ വീടിൻ്റെ ഒരു ഹെഡ് പോർഷൻ എന്നൊക്കെ പറയാം. അതാണ് അത്രയും ഭംഗിയിലാണ് ഈ വീടിൻ്റെ ബെഡ്റൂംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൽ നിന്നൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഒരു കിങ് സൈസിലുള്ള കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് കുഷ്യൻ കവേർഡാണ്. ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് നല്ല വാൾ പിക്ചറും സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുള്ള വാർഡ്രോബും ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിങ് ഏരിയയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലായിട്ട് ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി UPVC സ്ലൈഡിംഗ് വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഷെയറിംഗ് കർട്ടൻസും കൂടാതെ തന്നെ ട്രാക്ക് കർട്ടൻസും കൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഈ ഒരു ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നു. ഈവനിങ്ങിലൊക്കെ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റിയൊരു സ്പേസാണ്. ഇവിടെ ഫുൾ ലെങ്ത് വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. സ്ലൈഡിംഗ് ഡോറാണ് വാർഡ്രോബിനായിട്ട് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലോട്ടുള്ള ആക്സസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിങ് ഏരിയയോട് ചേർന്നിട്ടാണ്. ഡോർസൊക്കെ വൈറ്റ് കളറാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ക്ലോസറ്റൊക്കെ വാൾ ഹാങ്ങിങ് ആണ്. ബ്ലാക്ക് കളർ ബേസിനും ക്ലോസറ്റൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രേ കളർ ടൈലാണ്. ഒരു വാളിൽ ഇങ്ങനെ ഡിസൈൻഡ് ടൈലും കൂടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ കിച്ചണാണ് കേട്ടോ കാണാൻ പോകുന്നത്. മൊറോക്കൻ സീരീസിൽ വരുന്ന ടൈൽസാണ് ഇവിടെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരൊറ്റ കിച്ചണേ ഉള്ളൂ എങ്കിലും പിന്നീട് വർക്ക് ഏരിയ കൂടെ എടുക്കാൻ പ്ലാൻ ഉണ്ട്. സെൻറ്ററിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് നേരെ തൊട്ട് മുകളിലായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഭാഗത്തായിട്ട് 2 ഹൈറ്റിലുള്ള ചെയറും കൂടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലോട്ട് കിടക്കുന്ന ഭാഗത്ത് തന്നെയാണ് ഇവിടുത്തെ റെഫ്രിജറേറ്ററിൻ്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്.
മൊറോക്കൻ സീരീസിൽ വരുന്ന ടൈൽസാണ് ഇവിടുത്തെ കിച്ചൻ്റെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചൻ്റെ കളർ തീം വന്നിട്ട് ഒലീവ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ്. ഇവിടെ കിച്ചണിലോട്ട് നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിലുള്ള വിൻഡോസാണ് നൽകിയിട്ടുള്ളത്. അത് സിങ്കിന് തൊട്ട് മുകളിലായിട്ട്. ഇവിടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് കോർഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മൾട്ടി പർപ്പസ് സിങ്കാണ് കേട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത്. ഗ്ലാസ് ഒക്കെ കഴുകാൻ വേണ്ടിയിട്ട് വേറെ ഉണ്ട്, കത്തി വെക്കാൻ, ഫിൽറ്ററിൻ്റെ പൈപ്പ്, പിന്നെ ലിക്വിഡ് ഫില്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ നമുക്ക് മിക്സി കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ബാസ്ക്കറ്റാണ്. ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ക്രോക്കറി യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തപ്പോൾ കൂടുതൽ ഭംഗിയായി. ഇവിടെ ഫാബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു കിച്ചണിലെ വർക്കിംഗ് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിലും നല്ലൊരു രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ കട്ട്ലറീസ്, ടാൻഡം ബോക്സ്, പുൾ ഔട്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. കിച്ചണിലെ ഈ ഒരു വാളും കംപ്ലീറ്റ്ലി ടൈൽ വെച്ച് കവേർഡാണ്. ഇതും ഒരു ഡിസൈൻഡ് ടൈലാണ്. ഈ ഒരു കിച്ചൻ്റെ വർക്കിംഗ് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിലും റെഫ്രിജറേറ്ററിൻ്റെ സ്പേസ്, സിങ്കിൻ്റെ സ്പേസ് ഇതാ. പിന്നെ ഇവിടെ ആയിട്ടാണ് ഈ ഒരു ഷെൽഫിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ ഹുഡ് ആൻഡ് ഹോബും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെ അപ്സ്റ്റെയറിലായിട്ട് 2 ബെഡ്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടുനോക്കാം. എലിവേഷനിൽ കാണുന്ന ഗ്ലാസ് വർക്ക് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെയും ട്രാക്ക് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഷാൻലിയർ ലൈറ്റ് കൂടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നിലോട്ടുള്ള ആക്സസ് ഇവിടെയും ഒന്ന് അപ്പുറത്തുമാണ്. അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. താഴെ നമ്മൾ സെറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഷിയറിംഗ് കർട്ടൻസും ട്രാക്ക് കർട്ടൻസും കൊടുത്തിട്ടുണ്ട്. UPVC വിൻഡോസാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ചുറ്റും പാടും തെങ്ങും തോപ്പൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇവിടെ കിങ് സൈസിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുഷൻ കവേർഡ് ആണ്. നമ്മൾ നേരത്തെ താഴെ കണ്ട അതേ ഒരു രീതിയിലാണ് ഇവിടുത്തെ വാർഡ്രോബ് ആണെങ്കിലും ഡ്രസ്സിങ് ഏരിയ ആണെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാത്റൂമിലോട്ട് പോകുമ്പോഴും നേരത്തെ കണ്ട അതേ ഒരു രീതിയിൽ തന്നെയാണ്. വൈറ്റ് ഡോറും എല്ലാം താഴെ കണ്ട അതേ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ലിവിങ് ഏരിയയും ഒരു TV യൂണിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ റോമൻ ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ ബാക്ക് വാൾ മാർബിൾ ഫിനിഷിൽ വരുന്ന മൈക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ്ലി വുഡൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലൊക്കെ ആണെങ്കിലും താഴെ ബെഡ്റൂമിലും ഈ ഒരു ടൈൽ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നും പുറത്തോട്ടേക്ക് ചെറിയൊരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട അതേയൊക്കെ രീതിയിൽ തന്നെയാണ് ഇതും സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിലൊക്കെ കമൻസിലൂടെ ഒന്ന് അറിയിക്കണേ.